നിങ്ങൾ ചെറുതക്കാളി കണ്ടിട്ടുണ്ടോ? ഞാനിന്ന് രാവിലെ തന്നെ കുറച്ച് ചെറുതക്കാളി പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെറുതക്കാളി നട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാ തക്കാളിയാണെന്നും പറഞ്ഞ് കൊണ്ട് നട്ടതായിരുന്നു. ഇതിങ്ങനെ കാ പിടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ചെറി ടൊമാറ്റോസ് ആണെന്ന്. ഇതിങ്ങനെ പഴുത്ത് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല റെഡ് കളറിൽ ചെറിയുടെ സൈസിൽ കുലകുലയായിട്ടാണ് കേട്ടോ ഈ ടൊമാറ്റോസ് ഉണ്ടാകുന്നത്. ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വെറുതെ പറിച്ച് കഴിക്കാനും നല്ലതാണ്. പിന്നെ നമ്മൾ സാലഡ്സും പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇടാം. കാരണം ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ അതിലിങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആദ്യം കുറേ കായ്ച്ചതാണ്, ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് രാസവളങ്ങളോ മരുന്നുകളോ ഒന്നും ചേർത്തിട്ടില്ല, ചാണകപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കിതിങ്ങനെ വെറുതെ പറിച്ച് കഴിക്കാം. ഇത്രയും ചെറി ടൊമാറ്റോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ ദോശയ്ക്ക് ഞാൻ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ചെറി ടൊമാറ്റോസ് പറിച്ചേക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 5 വലിയ അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 2ആയിട്ട് കീറി വെച്ചിരിക്കുന്ന ചെറിയ ടൊമാറ്റോസും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഈ ചെറിയ ടൊമാറ്റോസ് ഇങ്ങനെ കീറിയിരിക്കുന്നത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴണ്ടി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇതൊന്ന് 2 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വഴണ്ടി വരും. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. വേണമെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കപ്പോൾ ഉഴുന്നുപരിപ്പ് ഇങ്ങനെ തക്കാളി ചട്നിയിൽ ചേർക്കുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത്. അങ്ങനെ ചേർക്കണം എന്നുള്ളവർക്ക് അത് നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പം വെള്ളം കുറച്ച് കൂടുതലായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ടുന്ന കാര്യമില്ല. ഈ സമയത്ത് നമ്മൾ ചൂടാക്കുമ്പം വെള്ളമൊക്കെ പോയിട്ട് നല്ലപോലെ കുറുകി വരും. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കാം. അപ്പം ഞാൻ ദോശ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്നും അരിയും ഉലുവയും കൂടാണ് കേട്ടോ കുതുക്കാൻ വെക്കുന്നത്. അതേപോലെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചോറും കൂടി ആഡ് ചെയ്യാറുണ്ട്. വയനാട് ആയതുകൊണ്ട് തന്നെ ഇവിടെ രാത്രിയിൽ അത്യാവശ്യം തണുപ്പുണ്ടാകും. അപ്പം നമ്മുടെ ഈ ദോശമാവ് പുളിച്ചു പോകാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ മുന്നേ നമ്മൾ ദോശയോ അപ്പമോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മിച്ചം വരുന്നതിനകത്തുനിന്ന് ഒരു 2 സ്പൂൺ മാവ് എടുത്തിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കും. പുതുതായിട്ട് നമ്മൾ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ദോശയും തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീരാകൃഷ്ണൻ.